സങ്കീർത്തനം 33-ാം അധ്യായം 18-19 വാക്യത്തിലൂടെ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശ അർപ്പിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. ഇവിടെ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം യഹോഭക്തനായി യഹോവയിൽ പ്രത്യാശ അർപ്പിക്കുന്നുവെങ്കിൽ യഹോവ നമ്മുടെ നേരെ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾക്കാണ് യഹോവ നമ്മുടെ മേൽ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ നമ്മുടെ ജീവനെ രക്ഷിപ്പാനും തന്നെ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയിലോ പ്രയാസങ്ങളിലോ ആയിരുന്നാലും നാം യഹോവയിലാണ് പ്രത്യാശ അർപ്പിക്കുന്നതെങ്കിൽ ദൈവം നമ്മളെ അതിൽ നിന്ന് വിടുവിക്കുമെന്നാണ് ദൈവവചനം അസന്നിഗ്ധമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നാം സാമ്പത്തിക ബുദ്ധിമുട്ടിലോ രോഗാവസ്ഥയിലോ ഏത് അവസ്ഥയിലായിരുന്നാലും നമ്മൾ പ്രത്യാശ അർപ്പിക്കേണ്ടത് ദൈവത്തിലാണ് എന്നാണ് ഈ വചനം ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ ദൈവം അതിൽ നിന്ന് വിടുവിക്കുന്നു എന്ന് ഈ വചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പോകാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.